ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നേക്കാൻ നമുക്ക് KTM ഡ്യൂക്ക് ആണ്, BS3 വണ്ടിയാണ്. അപ്പം BS3 വണ്ടിക്ക് നമുക്ക് സ്ലീപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞ സംഭവം ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വന്ന കസ്റ്റമർ പറഞ്ഞാൽ സ്ലീപ്പർ ക്ലച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ചെറിയ പവർ ലോസ് തോന്നി, അപ്പോൾ ഇച്ചിരി ഗിയർ കുറച്ച് ഹാർഡ്നെസ് തോന്നി, ക്ലച്ച് അത്ര സ്മൂത്തായിട്ട് തോന്നുന്നില്ല പുള്ളിക്ക്. അപ്പം പിന്നെ സ്ലീപ്പർ ക്ലച്ചിലൂടെ മാറ്റാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇത് KTM ഡ്യൂക്കിൻ്റെ നല്ല ഒരു എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ബജാജിൻ്റെ പുതിയമുള്ള NS200 വരുന്നത്, BS6 NS200 വരുന്നത് സ്ലീപ്പർ ക്ലച്ചാണ് ഇത് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഡ്യൂക്ക് BS3യിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലച്ച് ആയാലും നല്ല പെർഫോമൻസിലായാലും ഗിയർ സ്മൂത്തിങ് എല്ലാം ക്ലിയർ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ BS3 ഡ്യൂക്ക് ഉണ്ടെങ്കിൽ അല്ലെ BS3 NS ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സിമ്പിളായിട്ട് തന്നെ സ്ലീപ്പർ ക്ലച്ച് മാറ്റാൻ പറ്റും. നിസ്സാര ചെറിയ എമൗണ്ട് ആവത്തുള്ളൂ. ഏകദേശം 2700 രൂപയാണ് ഈ ഒരു സ്ലീപ്പർ ക്ലച്ച് അസംബ്ലിയുടെ വില. അതിന് പറഞ്ഞാൽ സ്ലീപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും അസംബ്ലി വരുന്നുണ്ട്, ഇത്രയും സെറ്റോടാണ് വരുന്നത്. അതായത് ക്ലച്ച് ബെല്ല് കാര്യങ്ങളെല്ലാം സെറ്റോടാണ് നമുക്ക് വരുന്നത് സാധനം. ഈ ക്ലച്ച് ബെല്ല് ഉൾപ്പെടെ സെറ്റോടാണ് നമുക്ക് സാധനം വരുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യാം, അത് വേറെ മോഡിഫിക്കേഷനോ കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനോട് തന്നെ ഒരു റിലീസ് ബെയറിങ്ങും മേടിക്കാം. ഇത്ര കാര്യമുള്ളൂ. നമുക്ക് സൂപ്പറായിട്ട് സ്ലീപ്പർ ക്ലച്ചിലുള്ള വണ്ടി കൺവേർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സൊക്കെ. BS3 ഡ്യൂക്ക് ഉള്ളവർക്ക് NS ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഗിയർ പ്രശ്നവും അങ്ങനെ എന്തെങ്കിലും അത് സ്മൂത്ത്നെസ് കുറവ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ലീപ്പർ ക്ലച്ചിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോയേക്കാം. അപ്പോൾ നമ്മൾ അയക്കാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ക്ലച്ച് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ക്ലച്ച് എന്ന് പറഞ്ഞാൽ നോർമൽ ക്ലച്ച് ആണ്. ഇപ്പോൾ സ്ലീപ്പർ ക്ലച്ചാണ് വ്യത്യാസമാണ് ഇത് വരുന്നത്. സ്ലീപ്പർ ക്ലച്ച് പറയുമ്പോൾ ആ ഫുൾ സിസ്റ്റമാണ് വരുന്നത്. സ്ലീപ്പർ ക്ലച്ചിൻ്റെ സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നമുക്ക് ക്ലച്ച് നല്ല ടെമ്പർ കിട്ടുകയും ചെയ്യും, പക്ക സീറ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഡയറക്റ്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമുക്ക് അയച്ചിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ട് KTM ഡ്യൂക്ക് BS3 ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ലീപ്പർ ക്ലച്ച് കയറ്റാൻ വേണ്ടി അയക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ നോർമൽ വണ്ടിയിലൂടെ അയച്ചു കഴിഞ്ഞാൽ ഈ ക്ലച്ച് അസംബ്ലി മൊത്തം ഊരി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ ലൂസ് ആക്കിയതിന് ശേഷം ഈ ടൈമിംഗ് ചെയിൻ്റെ ഈ വീൽ ഊരി എടുത്താലേ മാത്രമേ സ്ലീപ്പർ ക്ലച്ച് ഊരി വരത്തുള്ളൂ, ക്ലച്ച് അസംബ്ലി ഊരി എടുത്തുള്ളൂ. അല്ലെങ്കിൽ ഈ വീല് തട്ടും, ചെയിനിൽ തട്ടി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈമിംഗ് ചെയിൻ ലൂസ് ആണെങ്കിൽ ടെൻഷൻ ഫുള്ളായിട്ട് ലൂസ് ചെയ്തതിന് മാത്രമേ നമ്മൾ ഈ ചെയിൻ ലൂസ് ആവത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് വീൽ ഊരി എടുക്കാൻ പറ്റുള്ളൂ. വീൽ ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്ലച്ച് അസംബ്ലി ഊരി എടുക്കാൻ പറ്റും. ഇത്രേ കാര്യമുള്ളൂ. മറക്കാതെ ഈ ബുഷും എടുത്ത് വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സ്ലീപ്പർ ക്ലച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടി പാടൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രം മതി. നമുക്ക് നമ്മുടെ പഴയ ക്ലച്ച് അസംബ്ലി ഇതാണ് വരുന്നത്. സ്ലീപ്പർ ക്ലച്ച് അസംബ്ലി ഇതാണ് വരുന്നത്. ഏകദേശം പുതിയ സ്ലീപ്പർ ക്ലച്ചിന് ഏകദേശം 4 ക്ലച്ച് ബേസ് വരുന്നുണ്ട്. നമ്മൾ പഴയ ക്ലച്ച് ബേസിന് ഏകദേശം 6 ക്ലച്ച് ബേസും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡിഫറൻ്റ് ഉണ്ട്, നല്ല ഡിഫറൻ്റ് ഉണ്ട്. കാരണം നല്ല വെയിറ്റ് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ സാധാരണ പഴയ ക്ലച്ച് എന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് വെയിറ്റ് കൂടുതലാണ്. സ്ലീപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവാണ്. അപ്പോൾ അതിനനുസരിച്ച് വണ്ടിക്ക് ഉറപ്പായിട്ടും മൈലേജ് ഡിഫറൻറ്റും വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വണ്ടി കുതിപ്പും കിട്ടും. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു പണി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ഫുള്ള് കാണും. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ സ്ലീപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് സിസ്റ്റം വരുന്നത്. പിന്നെ അത് എക്സ്ട്രാ സ്ലീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു സ്പേസർ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇവിടെ മുട്ടി നിൽക്കുവാണ്, ഉള്ളോട്ട് കയറി പോയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ലീപ്പർ ക്ലച്ച് മേടിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്പേസറൂടെ മേടിക്കണം. അല്ലെങ്കിൽ ഇത് നമുക്ക് ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്പേസർ മേടിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ പഴയ തന്നെ ഒരു ക്ലച്ച് ബെല്ല് നമുക്കിതിന് ഡയറക്റ്റ് സൂട്ടാണ്. വേറെ ഓൾട്രേഷൻ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് സൂട്ടാണ്. അഥവാ ഇത് ഓവർ തേയ്മാനമുള്ള ഐറ്റം ആണെങ്കിൽ
നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഈ സ്ലീപ്പർ ക്ലച്ച് എടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്പേസറൂടെ മേടിക്കുക ക്ലച്ച് ബെല്ലിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് ഈ സൂട്ടാക്കാൻ പറ്റില്ല. അപ്പം മറക്കാതെ നിങ്ങൾ ഈ ഡ്യൂക്കുള്ള നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. NS കുഴപ്പമില്ല, പക്കായിട്ട് സെറ്റ് ആയിക്കോളും. എന്നാൽ ഡ്യൂക്ക് മേടിക്കുമ്പോൾ ഡ്യൂക്കിൻ്റെ സ്ലീപ്പർ ക്ലച്ച് കയറ്റുന്നവർ ഫസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു സ്പേസർ മസ്റ്റായിട്ട് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അയച്ചതിന് ശേഷം മാത്രം ഒരു സ്ലീപ്പർ ക്ലച്ച് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഇതിനകത്ത് കയറില്ല നോക്കുക. ഇത് ഡയറക്റ്റ് നമ്മൾ ഡ്യൂക്കിൻ്റെ ഒറിജിനൽ സാധനമാണ് ഇരിക്കുന്നത്. ഇതിനെ കറക്റ്റ് കയറും. ഇതിനകത്ത് നമ്മൾ കറക്റ്റ് കയറില്ല, തട്ടി നിൽക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ സ്ലീവ് എടുത്ത് കളഞ്ഞാൽ ശരിയാവില്ല, കാരണം സ്പേസ് ഇടില്ല. അല്ലെങ്കിൽ ചെറിയൊരു പരിപാടിയുണ്ട്, ഇത് നൈസായിട്ട് നെയ്ത്തിക്കൊണ്ട് കട്ട് ചെയ്ത് നൈസ് കന കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കയറ്റിയിടാൻ പറ്റും. പിന്നെ വലിയ സീനൊന്നുമില്ല. അല്ലാത്ത പക്ഷം നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ക്ലച്ച് ബെൽ നല്ല ക്ലച്ച് ബെൽ ആയതുകൊണ്ട് തന്നെ നമ്മളത് ക്ലച്ച് ബേസിൽ ഈ ഡയറക്റ്റ് സ്ലീപ്പർ ക്ലച്ച് അസംബിൾ ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു സ്പേസ് മസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നമ്മൾ മറക്കാതെ നോക്കിക്കോ. അപ്പോൾ വീഡിയോ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു സ്പേസറിലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സ്ലീപ്പർ ക്ലച്ച് സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ലീപ്പർ ക്ലച്ച് സെറ്റ് ചെയ്യുമ്പോൾ സ്ലീപ്പർ ക്ലച്ചിൻ്റെ കൂടെ വല്ല ക്ലച്ച് ബെല്ലും സൂട്ടാകത്തില്ല. അപ്പോൾ അതിന് പഴയ ക്ലച്ച് ബെല്ലെല്ലാം നമ്മൾ സൂട്ടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സൂട്ടാവാത്തിനൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിൽ കമ്പനി ഒരു സ്റ്റോക്ക് ബെല്ലിൽ തന്നെ നമുക്ക് സ്ലീപ്പർ ക്ലച്ച് ആഡ് ചെയ്യാൻ പറ്റും. അത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനോട് നമുക്ക് ഈ ഒരു റിലീസ് ബെയറിംഗ് കൂടെ മാറി വിടണം. ഇതേ ഉള്ളൂ, ഇത്രേ ഉള്ളതിൻ്റെ കാര്യം. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഡ്യൂക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീപ്പർ ക്ലച്ച് ചെയ്യാൻ വേണ്ടി വന്ന ബൈക്കാണ്. അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷയെക്കാളും കൂടുതൽ പവറും പെർഫോമൻസും അതുപോലെ സ്മൂത്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ N250 സ്ലീപ്പർ ക്ലച്ചാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ BS3 ഡ്യൂക്ക് അതുപോലെ നമ്മുടെ NS എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആ പഴയ ഒരു ഗിയർ ഷാഫ്റ്റിന് കിട്ടുന്ന ടൈപ്പിങ് ആ ഒരു സ്മൂത്തിങ്സും എല്ലാം ഇത് കുറച്ചുകൂടി നമുക്ക് ഫ്രീ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലീപ്പർ ക്ലച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എൻക്വയറികളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫോൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ് സംസാരിക്കാം. അപ്പം നിങ്ങളുടെ വർക്കിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം.